എന്താ നിങ്ങൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചോ? ഇവളുടെ ജാതകപ്രകാരം ഇങ്ങനെയല്ല, മരണം വരെ സംഭവിക്കുമെന്നാ. കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടിലെ കുടുംബനാഥനെ അകാല മൃത്യു. എന്തൊരു കഷ്ടമാണല്ലേ. കല്യാണം തീരുമാനിച്ചപ്പോഴത്തേക്കും അതിന്റെ സൂചന കാണിച്ചു. ഞാൻ പറഞ്ഞല്ലേ ബാലമാമ ഒന്നും വേണ്ടെന്ന്. ചിറ്റ പറഞ്ഞത് സത്യ. അവക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ദേ, കല്യാണം കഴിഞ്ഞ് ഇതുപോലെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാ മകളുടെ ജാതകം മറച്ചു വെച്ച് കല്യാണം നടത്തി ശാന്തപ്പനും കുഞ്ഞുമോളും കൂടെ ബാലമാഷിനെ കൊലയ്ക്ക് കൊടുത്തേ എന്ന് നാട്ടുകാര് മൊത്തം പറയത്തില്ലേ? കുഞ്ഞുമോളെ, ഓ, ജാതകം നോക്കിയിട്ടാണോ ശാന്തപ്പൻ നിന്റെ മതില് ചാടിക്കൊണ്ടിരുന്നത്? മിണ്ടാടി, നീ നിന്റെ ജാതകം നോക്കിയിട്ടുണ്ടോ? അതിലുണ്ടോടി നിന്റെ ഭർത്താവ് ഒരു കൊലപാതകയായിരിക്കും എന്ന്? ഉണ്ടോടി? പിന്നെ ചാരുവിന്റെ അരവിന്ദന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് ബാലേട്ടനാ. ഇവരുടെ കല്യാണം ഒരു ജാതകത്തിന്റെ പേരിലും ആർക്കും മുടക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ വെച്ചാ കളിക്കുന്നേ. അതെ, ഞാൻ സഹിച്ചു. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീയേ ഈ നിൽക്കുന്ന മഹാന്റെ കാര്യം നോക്കിയാ മതി. ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളൊക്കെ ഞാനുഭവിക്കുമ്പോ പഠിച്ചോളൂ. എന്നാ നോക്കി നിക്കുവാ. ഒരു മാഷ് അയാളുടെ കാലൊടിഞ്ഞിരിക്കട്ടെ. ഓരോന്ന് വലിഞ്ഞു കയറി വരും. ദേ ചാരു, കരയരുത്. നിന്റെ അരവിന്ദന്റെയും കല്യാണത്തിന് വാക്ക് കൊടുത്തത് മാഷ. ആ വാക്ക് തെറ്റിക്കാതെ നോക്കേണ്ടത് നീയാ.